മുരളീധരൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തിനാണ് മുരളീധരൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല ഏറ്റെടുത്തതെന്ന്. CPM-നെ സഹായിക്കാനല്ലേ? ഈ അഴിമതി നിറഞ്ഞ, ഈ കെടികാര്യസ്ഥ നിറഞ്ഞ CPM-നെ സഹായിക്കാനാണ് മുരളീധരൻ പരിശ്രമിക്കുന്നത്. മുരളീധരൻ നല്ല നേതാവാണ്, മുതിർന്ന നേതാവാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം അനുഭവത്തിൽ നിന്ന് ഒരു പാഠവും പഠിക്കുന്നില്ല. മുരളീധരനെ പറഞ്ഞു പിരികേറ്റി സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കാൻ കൊണ്ടുപോയി തൃശ്ശൂരിൽ. ഞങ്ങൾ അന്നും പറഞ്ഞു വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ടത്. എഴുതി വെച്ചോളൂ, തൃശ്ശൂരിൽ മുരളീധരൻ പോയിട്ട് എന്താണ് സംഭവിച്ചത് അത് തന്നെയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലും സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസ് പാർട്ടി CPM-നെ ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങളാണ് കളിക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി MP ആയതുപോലെ ഒരു മാസം കഴിയുമ്പോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണസാരഥ്യം നഗരസഭയുടെ മേയറായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്യും. ഒരു സംശയവും വേണ്ട. ശബരിനാഥ് നല്ലൊരു ചെറുപ്പക്കാരനാണ്, വളർന്നു വരേണ്ട ഒരാളാണ്. എന്തോ അത്ഭുതം സൃഷ്ടിക്കുന്നാണ് പറയുന്നത്. സ്വന്തം പിതാവ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ ദയനീയമായി പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് തിരുവനന്തപുരം നഗരസഭ പിടിക്കാമെന്നുള്ള പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഒന്നും പറയുന്നില്ല. മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായ അത് അവശേഷിക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധ്യതകളെ ഇല്ലാതാക്കാൻ ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യകൾക്കൊന്നും സാധിക്കില്ല. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം നഗരസഭയുടെ ഭരണം BJP ഏൽപ്പിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരം നഗരം ഒരു സുവർണ നഗരമായി മാറുമായിരുന്നു. കഴിഞ്ഞ 5 വർഷം നമുക്കത് ജസ്റ്റ് മിസ്സായി. 12 സീറ്റുകളിൽ നമ്മൾ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. നമ്മൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. രാജ്യത്തിന്റെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം, സംസ്ഥാനത്തിന്റെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം, തിരുവനന്തപുരത്തെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ, ഇതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. രാജ്യത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം. എത്ര വലിയ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയുണ്ടായി. ഞാൻ അതിൽ കടക്കുന്നില്ല, സമയം അതിനുള്ളതല്ല. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും സാമ്പത്തികമായി തകരുമ്പോഴും ഈ രാജ്യം സാമ്പത്തികമായി മുന്നോട്ട് പോകുന്നു. പണപ്പെരുപ്പം കുറയുന്നു, വിലക്കയറ്റം ഇല്ലാതാവുന്നു, സമ്പദ്ഘടന ശക്തിപ്പെടുന്നു. 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാജ്യം വളരുന്നു. നമ്മുടെ രാഹുൽ ബാബ മാത്രം പറയാണ് ഇതൊരു ഡെഡ് എക്കോണമിയാണ്. രാഹുൽ ഗാന്ധി എന്തൊക്കെ പറയുന്നു നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വോട്ട് ചോരി എന്ന് പറഞ്ഞ് വലിയ ബഹളം വെച്ചു. ഇന്ത്യയെ തകർക്കാൻ, രാജ്യത്തിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ, ലോകം മുഴുവൻ ഇന്ത്യക്കെതിരായ പ്രചാരവേല നടത്തുന്ന ഡീപ് സ്റ്റേറ്റ് കമ്പനികളുടെ വക്താവാണ് രാഹുൽ ഗാന്ധി. അർബൻ നക്സലുകളുടെ തോഴനാണ് രാഹുൽ ഗാന്ധി. തുക്കടെ തുക്കടെ ഗ്യാങ്ങിന്റെ നായകനാണ് രാഹുൽ ഗാന്ധി.